ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചുരിദാർ മെറ്റീരിയലിൻ്റെ അസോർട്ടഡ് കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാഷ്വൽ വെയറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ്. നമ്മുടെ തന്നെ ഹൈ എൻക്വയറി ഉള്ള ഐറ്റംസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഈ റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പാറ്റേണുമായിട്ട് ഒരു സിക്സാഗിൻ്റെ പാറ്റേൺ, ഹൈ എൻക്വയറി ഉള്ള ഒരു പാറ്റേൺ ആണ് ഒരു സിക്സാഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പാറ്റേണും, അതുപോലെ തന്നെ ജോർജറ്റിൽ ചിക്കൻകാരി വർക്ക് വരുന്നതും ബ്രാസോ തൊപ്പിട്ട് വരുന്നതൊക്കെ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണിയാണ്. അതുപോലെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീക്കിലേക്കാണ് നമ്മുടെ ഗീവ് അവേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തും പർച്ചേസ് ചെയ്തൊക്കെ എല്ലാവരും ഗീവ് അവേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റൊരു പാറ്റേൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ഒരു ബർഗൻഡി ഷെയ്ഡാണ്. ഇത് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തൊക്കെ ലൈനിങ്ങോട് കൂടിയോ ഇല്ലാതെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഐറ്റമാണ്. ഇതിലേക്ക് ലൈൻസും അതുപോലെ ഒരു സിക്സാഗിൻ്റെ പാറ്റേണും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതുകൂടാതെ സ്കാറ്റേർഡ് മിറർ വർക്കും വരുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് പ്ലെയിൻ ആയിട്ടുള്ളൊരു ടോപ്പായിരിക്കും. ഇതിൽ സ്കാറ്റേർഡ് മിറർ വർക്ക് വരുന്നുണ്ട്. അതുപോലെ ബോട്ടം വന്നിരിക്കുന്നതും റയോൺ ഫാബ്രിക്കിൽ തന്നെയാണ്. മറ്റൊരു ഡിസൈൻ പാറ്റേണിലേക്കാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നതും റയോൺ ഫാബ്രിക്കിൽ തന്നെയാണ്. സെയിം കളറിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതും ഡിഫറെൻറ്റ് ഡിസൈൻ പാറ്റേൺ കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെയാണ്. ഈ ഒരു മിറർ വർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാ ചെയ്യുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. 999 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ്. നേരത്തെ കാണിച്ച ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. റയോൺ ആണ് ഫാബ്രിക് വരിക. കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. ഇതിലേക്ക് സിക്സാഗ് പാറ്റേൺ വരുന്നുണ്ട്. സ്കാറ്റേർഡ് മിറർ വർക്ക് വരും. അതുപോലെ തന്നെ ബോട്ടം സെയിം കളറിൽ തന്നെ കുറച്ചുകൂടെ ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയും റയോൺ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഏതൊരു എന്താ പറയുക, റെയിനി സീസൺ ആണെങ്കിലും സമ്മർ സീസൺ ആണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കംഫർട്ടബിൾ ഫാബ്രിക്കുമാണ്. ബഡ്ജറ്റ് റേഞ്ചും ആണ് വരുന്നത്. 999 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് മെറൂൺ ആണ്. ഇപ്പോൾ നമുക്ക് 3 ഷെയ്ഡിലേക്കാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം തന്നെയാണ്. ആ ഒരു ഡിസൈനിൽ മാത്രം, കളറിൽ മാത്രമാണ് ഡിഫറൻസ് വരിക. ബോട്ടം പീസ് വരുന്നത് അതുപോലെ കുഞ്ഞ് ഡിസൈനൊക്കെ ആയിട്ടാണ്. അതുപോലെ തന്നെ ദുപ്പട്ടയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് വരുന്നത്. സെയിം കളറിലേക്ക് വരും. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 999 ആണ്. അതുപോലെ തന്നെ ജോർജറ്റ് ഫാബ്രിക്കിൽ ചിക്കൻ കറി വർക്ക്. ഇത് കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആയിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു പിങ്കിൻ്റെ ഷെയ്ഡിലേക്കാണ് ഫസ്റ്റ് വൺ വരുന്നത്. ഫ്രണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ ചിക്കൻ കറി വർക്കാണ് വന്നിരിക്കുന്നത്. ഏരിയ വരുമ്പോഴത്തേന് സ്കാലപ്പ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ഷാൻഡൂൺ ഫാബ്രിക് പ്ലെയിൻ ആയിട്ടാണ്. ഇതിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ ചിക്കൻ കറി വർക്കും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ പ്രിൻറ്റും ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. 2 സൈഡും സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 999 ആണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് എനിക്ക് കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലേക്കാണ് നെക്സ്റ്റ് വൺ വരുന്നത്. നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ വേണേൽ പോലെ യൂസ് ചെയ്യാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്നുണ്ട്. ജോർജറ്റ് ഫാബ്രിക്കിൽ ചിക്കൻ കറി വർക്ക് വരും. ബോട്ടം ഷാൻഡൂൺ ഫാബ്രിക് പ്ലെയിൻ ആയിട്ട് വരും. ഈ ഒരു ദുപ്പട്ട തന്നെയായിട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ്. സ്കാലപ്പ് വർക്കും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 999. അടുത്തതൊരു ഗ്രേ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. റേറ്റ് വരുന്നത് 999. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ഗ്രീനിഷ് ഗ്രേ ആണ്. നല്ല കളർ ചാർട്ടിലേക്കാണ് ഈ ഒരു ഐറ്റംസ് എല്ലാം വന്നിരിക്കുന്നത്. ജോർജറ്റാണ് ഫാബ്രിക് വരിക. ഫുള്ളായിട്ട് ആ ഒരു ചിക്കൻ കറി വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ട വരുന്നത് അതുപോലെ. 999 പ്രൈസ് റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തത് കോട്ടൺ ഫാബ്രിക്കിൽ ഹക്കോബ വർക്ക് വരുന്ന ഐറ്റംസ്. ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഐറ്റംസ് ആണ്. സോറി, കോട്ടൺ ഫാബ്രിക്കിൽ ഫുള്ളി ഇതുപോലെ എംബ്രോയ്ഡറി വർക്കും ഹക്കോബ വർക്കും ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ആ ഒരു ഫുള്ളായിട്ട് ഈ ഒരു വർക്കൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. ബോട്ടം വന്നിരിക്കുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കിലേക്കാണ്. ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് അതുപോലെ ക്രഷ്ഡ് ഫോമിലേക്കാണ്. സെയിം കളർ വന്നിട്ട് അതിൽ ചെറിയ ഡിസൈൻ പാറ്റേൺ വരും. അതുപോലെ തന്നെ റിയൽ മിറേഴ്സും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1295 ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇതും നമുക്ക് 4-5 ഷെയ്ഡ് നല്ല കളർ ചാർട്ടിലേക്ക് ഈ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. കോട്ടൺ ഫാബ്രിക് ഫുള്ളി എംബ്രോയ്ഡറി വർക്കും ഹക്കോബ വർക്കും ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്ന മെറ്റീരിയലാണ്. ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വരിക. ക്രഷ്ഡ് ഫോമിലേക്ക് ദുപ്പട്ട വരും. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഒരു പീച്ചിൻ്റെയും മസ്റ്റാൻഡെയും ഒക്കെ ഒരു ചെറിയ ലൈൻസ് ഒത്തൊരു ഡിസൈൻ പാറ്റേണും റിയൽ മിറേഴ്സും പേസ്റ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. റേറ്റ് വരുന്നത് 1295. അടുത്തതിൻ്റെ തന്നെ ബർഗൻഡി ഷെയ്ഡാണ്. ഇതിൽ വന്നിരിക്കുന്ന കളർ ചാർട്ട് ആണെങ്കിലും
ഒന്നിനൊന്നിന് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറൊക്കെ സെലക്ട് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. 1295 റേറ്റ് വരുന്നത്. അടുത്തൊരു ഗ്രീൻ്റെ ഷെയ്ഡാട്ടോ. ഗ്രീൻ്റെ തന്നെ ഒരു റയർ ആയിട്ടുള്ളൊരു കളർ ചാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേണാണ് വരുന്നത്. കുഞ്ഞ് എംബ്രോയ്ഡറി വർക്കും അത് ടോട്ടൽ ഷെയ്ഡിലേക്കാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരിക, അക്കോവ വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ടയും ഇതുപോലെ ക്രഷ്ഡ് ഫോമിലേക്ക് വരും. റിയൽ മിറേഴ്സ് ബേസ് ചെയ്തിരിക്കുന്നതാണ്. 1295 പ്രൈസ് റേഞ്ചിലേക്കാണ് വരിക. അടുത്തൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡ്. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരയുമ്പോഴാണ് ഈ ഒരു സെറ്റിന് ശരിക്കും ഭംഗി കിട്ടുന്നത്. ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വരിക. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും ഒരു ഗ്രീൻ്റെ ചാർട്ടിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു സെയിം പാറ്റേണിൽ കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്കും അക്കോവ വർക്കും ആയിട്ട് വരും. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. ക്രഷ്ഡ് ഫോമിലേക്ക് ടാസിൽസും അതുപോലെ റിയൽ മിറേഴ്സ് ബേസ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ട. റേറ്റ് വരുന്നത് 1295. അടുത്തതും കോട്ടൺ ഫാബ്രിക്കിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ബാത്തി പ്രിൻ്റ് ഓൾമോസ്റ്റ് എല്ലാത്തിനും ആ ഒരു ബേസിക് കളർ വരുന്നത് ഓഫ് വൈറ്റ് ബ്ലൂ കളർ കോമ്പിനേഷനിലേക്കാണ്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിലേക്ക് ഇതുപോലെ പാച്ച് വർക്ക് വരുന്നുണ്ട്. അവിടെയും ബാത്തിക് പ്രിൻറ്റ് വരുന്നുണ്ട്. ഹാൻഡ് എംബ്രോയ്ഡറിയും അതുപോലെ ചെറിയൊരു ലേസ് വർക്കും കൊണ്ട് യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഗ്രീൻ കളറിലേക്കാണ്. കോൺട്രാസ്റ്റ് ആ ഒരു പാച്ച് വർക്ക് ഗ്രീനിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ബോട്ടം ഗ്രീൻ കളറിലേക്ക് വരും. ദുപ്പട്ട വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക് ആണ്. ദുപ്പട്ടയിലെ ഗ്രീനും ബ്ലൂവിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇതുപോലെ ബാത്തി പ്രിൻ്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ട. നല്ല അടിപൊളി സെറ്റാട്ടോ. 1295 ഇതിൻ്റെയും റേറ്റ്. നമുക്ക് കാഷ്വലറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തന്നെ ബേസിക് കളർ എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് ബ്ലൂ കളർ കോമ്പിനേഷനിലേക്കാണ്. യോക്ക് പോർഷനിൽ വരുന്ന പാച്ച് വർക്കിൻ്റെ കളർ കോമ്പിനേഷൻസിലാണ് ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോട്ടം പീസും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. പീക്കോ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലും കളർ കോമ്പിനേഷനിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നല്ല കോട്ടൺ ഫാബ്രിക്കിൽ ബാത്തി പ്രിൻ്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളി സെറ്റുകളാണ്. 1295 റേറ്റ് വരുന്നത്. അടുത്തതും ബ്ലൂവും ഓഫ് വൈറ്റൂടെ കോമ്പിനേഷൻ വരും ഫുള്ളായിട്ട്. യോക്ക് പോർഷനിലെ പാച്ച് വർക്കും അതുപോലെ തന്നെ ഒരു റെഡിൻ്റെ കോമ്പിനേഷനോടെ വരുന്നുണ്ട്. അത് ഹാൻഡ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം വന്നപ്പോഴത്തേനും റെഡാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതുപോലെ ആ ഒരു റെഡ് കോമ്പിനേഷനോടെ വരുന്ന ദുപ്പട്ട. റേറ്റ് വരുന്നത് 1295. അടുത്തത് ബേസിക് കളർ നേരത്തെ നമ്മൾ കണ്ടത് തന്നെ വന്നിട്ട് ആ ഒരു മസ്റ്റാർഡിൻ്റെ കോമ്പിനേഷനാണ് യോക്ക് പോർഷനിലേക്ക് പാച്ച് വർക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയും ബോട്ടം പീസ് വന്നപ്പോഴത്തേനും മസ്റ്റാർഡ് കോൺട്രാസ്റ്റ് കളറിലേക്ക് വരും. ദുപ്പട്ടയും കോട്ടൺ ഫാബ്രിക്കിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. മസ്റ്റാർഡിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ വരുന്ന ബാക്കി പ്രിൻറ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. റേറ്റ് വരുന്നത് 1295. അടുത്ത ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ബ്രാസോ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്ന അടിപൊളി സെറ്റുകളാണ്. ഇതിൻ്റെ യോക്ക് പോർഷൻ ഫുള്ളായിട്ട് ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരും. ബോഡി പോർഷനിലേക്ക് സ്കാറ്റേഡ് ആയിട്ട് ടോൺ ടു ടോൺ ഷെയ്ഡിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ബോട്ടം ഷോണ്ടൻ ഫാബ്രിക് പ്ലെയിൻ ആയിട്ട് വരും. ഇതിനോട് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ്. ബ്രാസോ ദുപ്പട്ടയാണ് ഇതിനോടുകൂടി പെയർ ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോഴും കാണുന്ന പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്രാസോ ദുപ്പട്ട ഇതിനോടുകൂടി പെയർ ചെയ്തിട്ടുണ്ട്. രണ്ട് ലൈറ്റും ഡാർക്കും കളേഴ്സ് കോമ്പിനേഷൻ വരും. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ഔട്ട്ലുക്ക് വരുന്നത് പോലെ. റേറ്റ് വരുന്നത് 1295. ഇനി ഇതിൽ വരുന്ന ഡിഫറെൻറ്റ് കളേഴ്സാണ്. സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ബർഗൻഡി ആണ്. ഇതിലേക്കും ഒരു പിങ്ക് പിച്ചിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ വരുന്ന എംബ്രോയ്ഡറി വർക്ക് യോക്ക് പോർഷനിലേക്ക് വരുന്നുണ്ട്. സ്കാറ്റേഡ് എംബ്രോയ്ഡറി വർക്ക് വരും. അതുപോലെ തന്നെ ദുപ്പട്ടയും ബ്രാസോ ദുപ്പട്ടയായിട്ടാണ് വരുന്നത്. നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്ന ദുപ്പട്ട. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബോട്ടം പ്ലെയിൻ ആണ്. 1295 പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എപ്പോഴും ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. അതിലേക്ക് ഗ്രേഡേയും കൂടെ കോമ്പിനേഷനിലേക്കാണ് എംബ്രോയ്ഡറി വർക്ക് വരിക. ദുപ്പട്ടയും അതുപോലെ തന്നെ ഗ്രേയും അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ. ബ്രാസോ ദുപ്പട്ടയാണ്. അത് ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് വരും. നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്നൊരു ദുപ്പട്ട. റേറ്റ് വരുന്നത് 1295. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലൂവിൻ്റെ ഷെയ്ഡിലേക്കാണ്. പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെയാണ്. 1295 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഗിവയുടെ കാര്യം മറക്കേണ്ട. ഒരു സാരിയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക്